ഒരു 20 വർഷം മുമ്പുള്ള കാശ്മീരിന്റെ കഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. പട്ടാളക്കാർക്ക് പോലും വാഹനങ്ങളുമായിട്ട് അതുവഴി പോകാൻ സാധിക്കാതിരുന്ന കാലമുണ്ടായിരുന്നു. പട്ടാളക്കാരെ ജീപ്പിൽ കെട്ടിയിട്ട് നാട്ടുകാര് തല്ലുന്ന, അല്ലെങ്കിൽ തീവ്രവാദികൾ തല്ലുന്ന, വെട്ടുന്ന സമ്പ്രദായമുണ്ടായി. കാശ്മീരിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലെ പ്രസ്സുകളിൽ അടിക്കുന്ന 500 രൂപയുടെ കറൻസി ധാരാളമായി താഴ്വരയിൽ വിതറി കല്ലേർ, സ്റ്റോൺ പെൽറ്റിംഗ്. ഒരു രക്ഷയുമില്ല. പട്ടാളക്കാർക്കും പോലീസുകാർക്കും നിവൃത്തിയില്ല. കാരണം ലാത്തി ചാർജ് ചെയ്യാനോ വെടിവെക്കാനോ പോകുമ്പോ കൊച്ചു കുട്ടികളാണ്. 15ഉം 16ഉം 17ഉം 18ഉം വയസ്സുള്ള കൊച്ചു കുട്ടികൾ കല്ലെടുത്ത്, വലിയ കല്ലുകളെടുത്ത് പട്ടാളത്തെ എറിയാണ്. അവരെ വെടിവെക്കാൻ പറ്റുമോ? ആ കുട്ടികളുടെ കാര്യമൊന്നും ഓർത്ത് നോക്കും. ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് കുട്ടികളെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? ആ കുട്ടികളെയും അമ്മമാരെയും മറയാക്കിക്കൊണ്ട് കാശ്മീരിനെ തീവ്രവാദത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയ കാലഘട്ടം. ഇന്ന് കാശ്മീർ എവിടെ നിൽക്കും?